ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? നമ്മൾ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ എയർലി സിഗ്നൽ പോലെയാണ് ആസ് ഓഫ് നൗ നമുക്ക് കാണാൻ പറ്റുന്നത്. ആസ് ഓഫ് നൗ എന്നുള്ളത് ഞാൻ പറയാൻ കാരണം, നിഫ്റ്റി ആണെങ്കിലും അതെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അതെ, റിവേഴ്സൽ കിട്ടാൻ സാധ്യതയുള്ള പോയിന്റ് നിന്നാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത്. ഓഫ് കോഴ്സ് നമ്മൾ നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസ് എന്നാണ് പ്രോപ്പറായിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽ ഉണ്ടായിട്ടുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം പറയുമ്പോൾ തന്നെ പറയേണ്ടത്, മാർക്കറ്റിൽ ഒരു പ്രോപ്പർ ബുള്ളിഷ് ക്യാൻഡിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ പോലും ലാസ്റ്റ് ഡേ, അതായത് ഫ്രൈഡേയിൽ ഉണ്ടായിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ മുകളിൽ പോലും ക്ലോസ് ചെയ്യാനായിട്ട് ക്യാൻഡിലിന് പറ്റിയിട്ടില്ല. നിഫ്റ്റിയിലാണെങ്കിലും അതെ, ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും അതെ, ആ ഒരു ക്യാൻഡിലിൻ്റെ താഴെയായിട്ടാണ് പ്രോപ്പർ ക്ലോസ് വന്നിട്ടുള്ളത്. സോ ഏറ്റവും ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ മുകളിലെങ്കിലും സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതകൾ കണ്ടു തുടങ്ങി, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ അവിടെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ള രീതിയിൽ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എൻ്റെ ചാർട്ടിലുള്ള ഇപ്പോഴത്തെ ആസ് ഓഫ് നൗ കറൻ്റിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ. ആൻഡ് അറ്റ് ദ സെയിം ടൈം കൊല്ലുന്ന വോളറ്റൈലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള വോളറ്റൈലിറ്റി ഉണ്ട് മാർക്കറ്റിൽ. ഒന്ന് മുകളിലേക്ക് പോകുന്നു, എഗെയിൻ താഴത്തേക്ക് വരുന്നു, എഗെയിൻ മുകളിലേക്ക് പോകുന്നു, താഴത്തേക്ക് വരുന്നു. സോ രണ്ട് സൈഡിലും SL വെച്ച് കഴിഞ്ഞാൽ ഹിറ്റാക്കുന്ന രീതിയിലുള്ള മൂവാണ് മാർക്കറ്റിൽ ഇന്നൊക്കെ പ്രത്യേകിച്ച് കണ്ടിട്ടുള്ളത്. അതിന് എൻ്റെ പേഴ്സണൽ ട്രേഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ SL ആയിരുന്നു. രാവിലെ തന്നെ SL വാങ്ങിച്ചു, ഞാൻ അവിടുന്ന് മാറി എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം ഒരു അപ്ഡേറ്റ് മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് ട്രെൻഡ് എവിടെ നിന്നാണോ റിവേഴ്സലാവാൻ പോകുന്നത് ആ ഒരു പോയിന്റിനാണ് ഞാൻ നേരത്തെ റിവേഴ്സൽ പറഞ്ഞിട്ടുള്ളത്. റിവേഴ്സൽ ഇൻ ദ സെൻസ് പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് ഷാർപ്പായിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നത് കാണാൻ പറ്റി. പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തേക്ക് വന്നിട്ടുണ്ട്. സോ വോളറ്റൈലിറ്റി നല്ല രീതിയിലുണ്ട്. ആൻഡ് അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട്. കാരണം അത്യാവശ്യം നല്ല ന്യൂസുകളും കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഉണ്ട് അല്ലേ. ആൻഡ് കഴിഞ്ഞ ദിവസം മോദിജി ആൻഡ് ട്രംപിൻ്റെ കൂടിക്കാഴ്ച, ഇപ്പം ഫൈറ്റർ ജെറ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും പർച്ചേസിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഞാൻ രാവിലെ ഒരു വോയിസ് ആയിട്ടിട്ടുണ്ടായിരുന്നു. പ്ലസ് അതിൻ്റെ കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഒന്നുമില്ല, നിങ്ങൾ ഈച്ച് ആൻഡ് എവറി ഡേ പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വന്നിട്ടുള്ള ഡാറ്റ വൈസ് ആസ് കമ്പയർ ടു പ്രീവിയസ് മന്ത്സ് പോസിറ്റീവായിട്ട് തന്നെ വന്നിട്ടുള്ളത്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ RBIയുടെ പുതിയ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ്റെ ഡാറ്റ വന്നിട്ടുണ്ട്. ആൻഡ് ഏകദേശം 16 ബില്യണോ അങ്ങനെ എന്തൊക്കെയാണ്, മൊത്തം ബില്യണിലെ കളിയാണ്. സോ 16 ബില്യണോ അങ്ങനെ എന്തൊക്കെയോ ഒരു പിന്നെ പുതിയ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ്റെ ന്യൂസ് വന്നിട്ടുണ്ട്. ആൻഡ് ജിയോ പൊളിറ്റിക്കലി ഉള്ള കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പം US-നായിട്ടുള്ള ആ ലാസ്റ്റ് മീറ്റിംഗ് എന്തായാലും ആസ് എ കൺട്രി US-ൻ്റെ ഗുഡ് ബുക്കിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ആ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ അങ്ങനെ ഒരുപാട് ന്യൂസുകൾ അവിടെയുണ്ട്. ആൻഡ് ഏത് പോയിന്റിൽ നിന്നാണ് ഇനി വൻ സെൽ ഓഫ് വരിക എന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മൾ പ്രീവിയസ്ലി കണ്ടിട്ടുള്ളത് മാർക്കറ്റ് പയ്യെ മുകളിലേക്ക് പോകാൻ നോക്കും, ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് നല്ല രീതിയിലുള്ള FISൻ്റെ പുതിയ സെൽ ഓഫ് വരും, മാർക്കറ്റ് ഷാർപ്പായിട്ട് താഴത്തേക്ക് വരും. ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. സോ ഇന്നത്തെ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. 750 22,750 താഴെ വന്നാൽ മാത്രമേ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ടിലേക്ക് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. and അതേപോലെ ലാസ്റ്റ് ഡേയിലെ ക്യാൻഡിലിൻ്റെ മുകളിലേക്ക്, അതായത് ഫ്രൈഡേയിലെ ക്യാൻഡിലാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അഗ്രസീവായിട്ട് നമുക്ക് ബൈയും പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഇതിനകത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ. ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള സെല്ലിംഗ് ക്യാൻഡിലിൻ്റെ മുകളിലെങ്കിലും ബയേഴ്സ് സ്ട്രെങ്ത് കാണിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബൈയിലേക്കുള്ള മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്താ പറയുക, കോൺഫിഡൻസോടുകൂടി കയറി ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം, എങ്ങനെയാണ് നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. ഇപ്പോൾ രാവിലെ SL കിട്ടിയോണ്ട് ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ഗോൾഡിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു പ്രോപ്പർ എനിക്കായിട്ടൊരു സെറ്റപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, നമ്മൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. സോ അങ്ങനെ ഞാൻ എൻ്റെ ഒരു സിസ്റ്റത്തിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഫസ്റ്റത്തെ ആ ഒരു ട്രേഡ് തീർന്നു. ആൻഡ് അതിനുശേഷം ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോയി എന്നുള്ളതാണ്. സോ എന്തായാലും ഹാപ്പിയാണ്. അത്യാവശ്യം നല്ല വോളറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ഇന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ നമുക്ക് നാളത്തേക്കുള്ള പ്ലാനിങ് എങ്ങനെയായിരിക്കണം നമ്മുടെ ചാർട്ട് പ്രിപ്പറേഷൻ ഉണ്ടാവേണ്ടത്, ലെവൽസ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലേക്ക് 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ താഴെയായിട്ടായിരുന്നു മാർക്കറ്റിൽ ഓപ്പൺ ഉണ്ടായിട്ടുള്ളത്. ആൻഡ് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഇന്ന് ലെവൽസ് പറഞ്ഞു തന്നിട്ടുള്ള ലെവൽസിൻ്റെ താഴെയായിട്ട് നിഫ്റ്റി ബാങ്കിൽ നല്ലൊരു ട്രേഡ് വന്നിട്ടുണ്ടായി. ബട്ട് നിഫ്റ്റി അവിടെ നിന്ന് അനങ്ങിയില്ല. ആസ് ഓൾവേസ് ട്രേഡ് ഉണ്ടായിരുന്നത് നിഫ്റ്റിയിലാണ്. സോ പോയിട്ട് അസലേറ്റ് ആയി എന്നുള്ളതാണ്. ആൻഡ് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ക്ലീൻ ആയിട്ട് 10,250 പോയിൻ്റൊക്കെ മാർക്കറ്റ് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. ആൻഡ് മുകളിലേക്കുള്ള ലെവലാണെന്നുണ്ടെങ്കിലും ഫസ്റ്റത്തെ ഇത്രയും വലിയൊരു പോക്ക് പോയതിനു ശേഷം രണ്ടാമത് തിരിച്ചു വന്നിട്ട് അവിടുന്ന് വീണ്ടും നല്ലൊരു മൂവ് നമുക്ക് കാണാൻ പറ്റി.
ആൻഡ് ഫസ്റ്റ് എസ് എൽ ഹിറ്റ് ആയതോടുകൂടി ഞാൻ ആ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതാണ്. ഞാൻ ആദ്യമേ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം എന്തായാലും ഒറ്റ എസ് എൽ എന്നുള്ള രീതിയിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് പേഴ്സണലായിട്ടുള്ള കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ദിവസത്തിന്. ആൻഡ് ഇവിടെ നമ്മൾ പിന്നെ നാളത്തേക്കുള്ള ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49,300 എന്നുള്ള പോയിന്റ് ആയിരിക്കും നിഫ്റ്റി ബാങ്കിൽ വാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49,000 എന്നുള്ള ലെവലായിരിക്കും. സോ ഈ രണ്ട് റേഞ്ചിനാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്കോ താഴത്തേക്കോ ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഷാർപ്പായിട്ടുള്ള മൊമെന്റുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം 49,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്തതിൻ്റെ കാണേണ്ടിയിരുന്ന ഒരു ഷോർട്ട് കവറിങ് അവിടെ കണ്ടിട്ടില്ല. സോ സ്റ്റിൽ അവിടെ ഒരു പെൻഡിങ് മൂവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ആ ഒരു ലെവലിനെ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറയുന്നത്, ഫോർ മീ ഇതൊരു ഹെൽത്തി മൂവ് അല്ല. ഇങ്ങനെ മൂവ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള ഫോൾ എഗെയിൻ താഴത്തേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഓവർ അഗ്രസീവ് ആയിട്ട് ലോങ്ങിലേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക. ഏറ്റവും മിനിമം ഈ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട്, അതായത് 49,500 എന്നുള്ള ലെവലിൻ്റെ മുകളിലായിട്ടൊരു പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടുന്നത് വരെ അത്ര അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ടാർഗറ്റുകളായിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 300 മുകളിലാണെന്നുണ്ടെങ്കിൽ 550 ആണ്. ആൻഡ് അതിനുശേഷം 800 എന്നുള്ള ലെവലാണ്. ആൻഡ് താഴത്തേക്ക് 49,000 താഴെയാണെന്നുണ്ടെങ്കിൽ 720 എന്നുള്ള ലെവലാണ്. ആൻഡ് അതിനുശേഷം 500 അല്ല 550 എന്നുള്ള ലെവലാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയൊക്കെ നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,880 എന്നുള്ള പോയിന്റാണ്. ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 23,000 എന്നുള്ള പോയിന്റ് കൂടിയാണ്. സോ ഈ രണ്ട് റേഞ്ചിനായിരിക്കും നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്കൊരു മൊമെൻറ്റ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ പറ്റും. ഈ ഒരു ലെവലിന് നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച് വെച്ചിട്ടുള്ളതാണ്. സോ അത് അവിടെ തന്നെ നിൽക്കട്ടെ. മേജർ ബ്രേക്ക് ഡൗൺ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. ആ ഒരു ലെവലിനെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. സോ 870 880 താഴെയായിട്ട് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 820 എന്നുള്ള ലെവലിലേക്കും അതിനുശേഷം 775 എന്നുള്ള ലെവലിലേക്കുള്ള മൂവ് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 23,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 2385 ഓർ 2300 ആ ഒരു റേഞ്ചിലേക്കും അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,160 എന്നുള്ള ലെവലിലേക്കൊക്കെ മൂവ് നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഈ ഒരു ലെവലാണ്. 23,310 എന്നുള്ള ലെവലിനെയാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ ലോവർ സൈഡ് 23,170 എന്നുള്ള ലെവലിനും ആയിരിക്കും. ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇവിടെ ഒരു ചെറിയൊരു റിവേഴ്സലും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബട്ട് എന്നാൽ പോലും ആ ഒരു ലെവലിൻ്റെ മുകളിലായിട്ട് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാനൊരു ഫർദർ അപ്പർ സൈഡിലേക്കുള്ള അഗ്രസീവ് ആയിട്ടുള്ള ട്രെയിനിനെ പ്ലാൻ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. സോ വാച്ച് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 11,080 ആണ്. ഓൺ ദ അപ്പർ സൈഡ് 11,200 ആണ്. സോ ഈ രണ്ട് റേഞ്ചിനാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. സോ അനാലിസും കാരണം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും താഴെ കമൻറ്റ് ബോക്സിലേക്ക് പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും കാണാം.